ഒരു വർഷം നീണ്ടുനിന്ന ഫസ്റ്റ് എയ്ഡ് പരിശീലനം പൂർത്തിയാക്കിയ കാരാട് പത്മ AUP സ്കൂൾ വിളംബര ജാഥ സംഘടിപ്പിച്ചു. മലപ്പുറം ട്രോമ കെയറിന്റെ നേതൃത്വത്തിലാണ് സ്കൂളിലെ മുഴുവൻ കുട്ടികളും അധ്യാപകരും ജീവൻ രക്ഷാ പരിശീലനം പൂർത്തിയാക്കിയത്. അനസ് തിരുത്തിയാട്, സിയാദ് തിരുത്തിയാട്, സുരേഷ് വാഴക്കാട്, ഷാനിയ വാഴക്കാട് തുടങ്ങിയവരാണ് ഫസ്റ്റ് എയ്ഡ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. പത്മ AUP സ്കൂളിന്റെ ഒരു വർഷ കാലയളവിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ജീവൻ രക്ഷാ പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായിട്ട് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും നമ്മൾ ജീവൻ പരിശീലനം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു വിളംബര ജാഥയും അതുപോലെ തന്നെ പത്മ AUP സ്കൂള് മലപ്പുറം ജില്ലാ ട്രോമ കെയറിന് കൊടുക്കുന്ന ഒരു ആദരവ് ചടങ്ങ് കൂടിയാണ് ഇന്ന് നടക്കുന്നത്. ഒരു വർഷ കാലയളവിലെ സ്കൂളിലെ മുഴുവൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിലൊരു പരിശീലനം നൽകുന്ന മറ്റൊരു സ്കൂൾ തന്നെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പുനർജനി എന്ന പേരിലാണ് സമ്പൂർണ്ണ ഫസ്റ്റ് എയ്ഡ് പരിശീലനം നൽകിയത്. അപകട ദുരന്ത മേഖലകളിൽ ആദ്യമായിട്ട് എത്തുന്ന ആളുകൾക്ക് ശാസ്ത്രീയമായ ചില അറിവുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ രക്ഷപ്പെടാനോ അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് കിടപ്പിലായി പോകാനുള്ള സാധ്യത ഇല്ലാതാക്കാനോ കഴിയും എന്നുള്ള അറിവിൽ നിന്നാണ് ശരിക്കും മലപ്പുറം ജില്ലാ ട്രോമ കെയർ സമൂഹത്തിന് മുഴുവനും വ്യത്യസ്ത മേഖലയിലുള്ളവർക്ക് ഇത്തരം ഒരു പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഓരോ അപകടങ്ങൾ കാണുമ്പോഴാണ് പരിശീലനം സ്കൂൾ തലത്തിൽ തുടങ്ങണമെന്നുള്ള ചർച്ചകൾ സാധാരണ നടക്കാറുണ്ട്. അത് ഏറ്റെടുത്തുകൊണ്ടാണ് മലപ്പുറം ജില്ലാ ട്രോമ കെയറിന്റെ വാഴക്കാട് സ്റ്റേഷൻ യൂണിറ്റിന്റെ കീഴിൽ വരുന്ന പത്മ AUP സ്കൂളിൽ PTA സഹകരണത്തോടു കൂടി ഈ വർഷം ഈ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സമ്പൂർണ്ണ ഫസ്റ്റ് എയ്ഡ് സ്കൂൾ എന്നുള്ള ഒരു പദ്ധതി തുടങ്ങി വെച്ചത്. ഈ വർഷാവസാനത്തിൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിനൊരു വിളംബര ജാഥയും അതിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഇന്ന് ഈ വാർഷിക ദിനത്തിൽ ഇവിടെ നടക്കുന്നത്. പ്രഥമ ശുശ്രൂഷ നൽകാൻ മുഴുവൻ കുട്ടികളും പരിശീലിച്ച ആദ്യ സ്കൂളാണ് കാരാട് പത്മ എന്ന് ഹെഡ്മാസ്റ്ററും അഭിപ്രായപ്പെട്ടു. ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും അതേപോലെ തന്നെ അധ്യാപകർക്കും ഫസ്റ്റ് എയ്ഡിലെ പരിശീലനം നൽകി. മലപ്പുറം ജില്ലാ ട്രോമ കെയറിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ സ്കൂളായിരുന്നു. മുഴുവൻ കുട്ടികൾക്കും അധ്യാപകർക്കും ഇത്തരത്തിലൊരു പരിശീലനം കൊടുത്ത സ്കൂൾ ആദ്യത്തേതായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് സുരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒട്ടേറെ അപകടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെയാണല്ലോ അപകടങ്ങൾ. സ്കൂളുകളിൽ തന്നെ സംഭവിക്കാം, റോഡുകളിൽ സംഭവിക്കാം, നമ്മുടെ വീടുകളിൽ സംഭവിക്കാം. ഇവിടെയൊക്കെ തന്നെ എത്തിപ്പെടുന്ന ഒരു വ്യക്തി ഈ പ്രഥമ ശുശ്രൂഷയിൽ പരിജ്ഞാനമുണ്ടെങ്കിൽ, അത് ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ പേര് ശ്രീലക്ഷ്മി AK. ഞാൻ പത്മ AUP സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ഈ ഒരു വർഷത്തോളമായി നടന്ന CPR ക്ലാസ്സിൽ എനിക്ക് ഓരോ ഘട്ടങ്ങളായി പറഞ്ഞു തന്നു. ഫസ്റ്റ് നമ്മൾ നമ്മുടെ സ്വയം സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതാണ് ചെയ്യേണ്ടത്. അടുത്തതായി നമ്മൾ കുഴഞ്ഞു വീണ ആളെ ചുമരിൽ തട്ടി വിളിക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ആംബുലൻസ് വിളിക്കണം. പിന്നെ നമ്മൾ ശ്വാസമുണ്ടോ എന്ന് പരിശോധിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ CPR നൽകേണ്ടത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു വർഷം കാലം കൊണ്ട് പഠിച്ചത്. പക്ഷേ നമുക്ക് ഒരുപാട് അറിവുകൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരാൾ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ എന്തൊക്കെ ചെയ്യണമെന്ന് പഠിക്കാൻ നമുക്ക് സാധിച്ചു. CPR ഒക്കെ നമ്മൾ എടുത്തോണ്ട് നമുക്ക് പ്രാക്ടിക്കലായി ചെയ്തത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. പുനർജനിയുടെ ഭാഗമായി ലഭിച്ച പരിശീലനങ്ങൾ ഏറെ സന്തോഷവും ആത്മവിശ്വാസവും നൽകുന്നുവെന്ന് കുട്ടികൾ പറഞ്ഞു.